നമസ്കാരം. കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ എന്ന ഈ യാത്രാ പരമ്പരയുടെ അടുത്ത ഒരു അതിമനോഹരമായ എപ്പിസോഡിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുക. ഞങ്ങൾ ആലപ്പുഴയിൽ നിന്ന് പുന്നമട വന്നു. പുന്നമടയിൽ നിന്ന് കൈനഗിരിയിലേക്ക് പോകുന്ന വഴിയാണ്. അപ്പോൾ ഇതുവഴി പോയപ്പോഴാണ് ഈ പച്ചപ്പ് കാണാൻ കഴിഞ്ഞത്. ഇത് കണ്ടപ്പോൾ ഉണ്ടല്ലോ, മനസ്സിന് വളരെ സന്തോഷം തോന്നി. നമ്മൾ ഇപ്പോഴും ഇതെല്ലാം പ്രിസർവ് ചെയ്ത് നമ്മളുടെ കുട്ടനാടിൻ്റെ ഭാഗമാണിത്. അപ്പോൾ കുട്ടനാടെന്ന് കേൾക്കുമ്പോൾ തന്നെ കുട്ടനാടാണ് നമുക്കെല്ലാം ആഹാരം തരുന്നതെന്ന് പറയാം. അത്ര മനോഹരമായ കുട്ടനാടിൻ്റെ ഭാഗത്തിലൂടെയാണ് നമ്മൾ കൈനഗിരിയിലേക്ക് പോകുന്നത്. കൈനഗിരി നമുക്ക് പ്രധാനമായിട്ടും ബോട്ട് ജെട്ടിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഹൗസ് ബോട്ടുകളുടെ എല്ലാം ഒരു കേന്ദ്രമാക്കി വെച്ചിട്ടുണ്ടെന്ന് പറയും. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ഈ കൈനഗിരി നമ്മൾ പോകുന്നത് തന്നെ ഉണ്ടല്ലോ, ഈ കുട്ടനാടിൻ്റെ ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ കള്ള് ഷാപ്പുകളും ഒരു ഗ്രാമീണ ജീവിതവും വളരെ പ്രധാനമുള്ളതാണ്. നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ ഇഷ്ടമുള്ളതുമാണ്. അപ്പോൾ അത്തരം സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ നല്ല ആഹാരം കഴിക്കാനും പറ്റും. അതുകൊണ്ട് ഇന്നത്തെ ഉച്ചഭക്ഷണം നമ്മൾ ഈ പോകുന്ന കൈനഗിരിയിലേക്ക് പോകുന്ന വഴിയിലുള്ള ഏതെങ്കിലും ഒരു കള്ള് ഷാപ്പിലോ എവിടെയെങ്കിലും കയറി ഒരു നല്ല ഇവിടുത്തെ നാടൻ ആഹാരം കൂടെ കഴിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ നമ്മൾ ആലപ്പുഴ വരുമ്പോൾ ജസ്റ്റ് ഹൗസ് ബോട്ട് മാത്രം കണ്ടിട്ട് പോയിട്ട് കാര്യമില്ല. ഇതുപോലെ ഗ്രാമങ്ങളുടെ ഉൾപ്രദേശങ്ങളിലും കൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ കുട്ടിക്കാലത്തുള്ള ഒരു നൊസ്റ്റാൾജിക്കായിട്ടുള്ള അനുഭവം നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് പകർന്നു കിട്ടും. ഞങ്ങളിവിടെ നേരത്തെ പറഞ്ഞല്ലോ, ഞങ്ങൾ ഉച്ച സമയത്താണ് ഇവിടെ എത്തിയതെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ അന്വേഷിച്ചപ്പോൾ മനസ്സിലായി ആറ്റുമുഖം ഫാമിലി റെസ്റ്റോറൻ്റ് ആൻഡ് കള്ള് ഷോപ്പ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് ഇവിടെ തൊട്ടടുത്ത്. കള്ളു കുടിക്കുക എന്നുള്ളതല്ല ഞങ്ങളുടെ ആഗ്രഹം. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നല്ല ഫുഡ് കിട്ടും എന്നാണ് പറയുന്നത്. അത് മാത്രമല്ല, ആറ്റുമുഖം റെസ്റ്റോറൻറ്റിലേക്ക് പോകുമ്പോൾ ഉള്ള യാത്രയുണ്ടല്ലോ, രണ്ട് സൈഡിലും നമ്മൾ പച്ചപ്പ് വിരിച്ച വയലോരങ്ങളുടെ മധ്യത്തൂടെയാണ് പോകുന്നത്. ഇത് നമ്മൾ എത്ര എക്സ്പ്ലെയിൻ ചെയ്താലും ഇതിൻ്റെ ഒരു ഫീല് കിട്ടത്തില്ല. ഇതൊക്കെ ഇവിടെ വന്ന് അനുഭവിച്ച് തന്നെ അറിയേണ്ട കാര്യങ്ങളാണ്. ഏതായാലും ഈ ആലപ്പുഴ വരുമ്പോൾ കുറച്ച് ദിവസം സ്പെൻഡ് ചെയ്യാം എന്ന് ഉദ്ദേശിച്ച് വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ കുട്ടനാടിൻ്റെ ഏരിയയും ഇത്തരം കാഴ്ചകളും നമുക്ക് അനുഭവിക്കാം. അതോടൊപ്പം ഫ്രഷ് ഫിഷും കരിമീനും തലക്കറിയും എല്ലാം കഴിക്കാമെന്നാണ് പറയുന്നത്. ഏതായാലും ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്, ആറ്റുമുഖം റെസ്റ്റോറൻറ്റിലേക്ക് പോവുകയാണ്. അവസാനം ഉച്ചയ്ക്ക് ആഹാരം കഴിക്കാനായിട്ട് ഈ ആറ്റുമുഖം ഫാമിലി റെസ്റ്റോറൻറ്റും
ചെറിയൊരു കള്ള് ഷാപ്പുമാണ്. എത്തിയിട്ടുണ്ട്. നല്ല ഫുഡും കറിയും നല്ല കറികളും കിട്ടുമെന്നാണ് എല്ലാവരും പറഞ്ഞത്. ഇവിടെ വന്നപ്പോൾ മനസ്സിലായി അത്രയും കാറ് പാർക്ക് ചെയ്യാനും ഉള്ള സംവിധാനമുണ്ട്. ഏതായാലും ഇവിടെ കയറി നമുക്ക് എന്തെല്ലാം പുതിയ പുതിയ ഐറ്റംസ് ഇവിടെ കിട്ടുമെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. ആറ്റുമുഖം റെസ്റ്റോറൻറ്റിൽ വന്നപ്പോൾ നമുക്കൊരു പ്രത്യേകത തോന്നിയെന്ന് വെച്ചാൽ നമുക്ക് ഫുഡ് ഓർഡർ ചെയ്യുമ്പോൾ മുമ്പ് ഇവിടെ വന്ന് കിച്ചണിൽ ഇവിടെ വന്ന് ഒരു ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം കാണാം. വിവിധ തരം ഫിഷുകളും എല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട്. അത് കണ്ടിട്ട് നമുക്ക് ഓർഡർ ചെയ്യാം. ഇല്ലെങ്കിൽ നമുക്ക് സ്പെഷ്യൽ വേണമെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഉണ്ടാക്കി തരുകയും ചെയ്യും. ഇതൊരു വലിയ വ്യത്യാസമായിട്ട് വലിയ വലിയ മീനുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പേരൊന്നും എനിക്കറിയത്തില്ല. ചെറിയ പൊരിച്ചത് മുതൽ നമുക്ക് നെത്തോലി ഫ്രൈയോ കണവ എല്ലാം ഉണ്ട്. എല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് കണ്ടിട്ട് ഓർഡർ ചെയ്യാം. ഓർഡർ ചെയ്തതിന് ശേഷം നമുക്ക് സ്പെഷ്യലായിട്ട് വേണമെങ്കിൽ ഇവിടെ നിന്ന് ഫിഷ് പോയി കാണിച്ചു കഴിഞ്ഞാൽ അവർ ഫിഷ് പിടിച്ച് നമുക്ക് പ്രിപ്പയർ ചെയ്ത് തരുന്ന ഐറ്റംസും ഉണ്ട്. ഇതൊരു വലിയ പ്രത്യേകതയായിട്ട് തോന്നി. മാത്രമല്ല ഇവിടെ വന്നപ്പോഴത്തേക്ക് നല്ല തിരക്കാണ്. ഇത് എവിടെ നിന്നൊക്കെ ആൾക്കാർ വരുന്ന അറിയത്തില്ല. ഏതായാലും ഞങ്ങളും കുറച്ച് ചെറിയ ചെറിയ സാധനങ്ങൾ ഓർഡർ ചെയ്യുന്നുണ്ട്. വളരെ എല്ലാം കൂടെ ഓർഡർ ചെയ്ത് ഞങ്ങൾക്ക് ഒരുപാട് ദൂരം പോവേണ്ടതാണ്. ഏതായാലും ഇന്ന് കുറച്ച് സാധനങ്ങൾ ഞങ്ങളും ഓർഡർ ചെയ്യുന്നു. ഇതെന്ത് പിറ്റ? കേരത്തല, വാളത്തല, നെമ്മീന്തല, കേരക്കറി, കാളാഞ്ചി, ഇതും കാളാഞ്ചി. ഓക്കെ, പറ്റ, മഞ്ഞക്കൂരി, ഞാറ്റുവാള, വരാല് കറി, താറാവാണ്, താറാവ്, കായൽ കൊഞ്ച്, വെള്ളത്തി, പൊടിമീൻ. ഓക്കെ, ഓ ഓക്കെ. ഇതെല്ലാം ബീഫ് റോസ്റ്റ്, പൂത്തുവാഴ, കക്ക, ചെറിയ കക്ക ഫ്രൈ, പന്നി, കൂന്തൽ, ചെമ്മീൻ ഫ്രൈ ആണ്, വീരാളി, കോഴിയുടെ ചിക്കൻ്റെ വേറെ താറാവ് റോസ്റ്റ്, ലിവർ മാത്രം ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് ഞണ്ട്, കടൽ ഞണ്ട്, കായൽ ഞണ്ട്, ചെമ്മീൻ റോസ്റ്റ്, ഇത് ബീഫ് ഫ്രൈ. അത് മുട്ടയാണോ? മീൻ പീര അല്ലേ? പാൽക്കപ്പ. ഓക്കെ ഓക്കെ. അങ്ങനെ ഓക്കെ ഓക്കെ. നമുക്ക് കുറച്ച് ഇത് മുട്ടയല്ലേ? ചെറിയ മീൻ്റെ പീര. അതൊരു പീര ഒന്ന് ഓർഡർ ചെയ്യും. ചൂര വേണം. നെമ്മീന്തല എടുക്കാം. നെമ്മീന്തല അത് നല്ലതാ. ഇല്ല, അറിയാൻ പറ്റത്തില്ല. നമ്മൾ കഴിക്കുന്നത് നെമ്മീൻ നമ്മൾ കഴിച്ചിട്ടുണ്ട്. നെമ്മീന്തല, വാളയുടെ അല്ലേ? വാള പൊരിച്ചതുണ്ടോ? അപ്പോൾ വാള പൊരിച്ചതും കൂടെ എടുത്തില്ല. ഒരു 1-2 പീസ് വാള പൊരിച്ചത്. പാൽക്കപ്പ. കുഴയെന്ന് പറഞ്ഞാൽ ചക്കയാണോ? കാച്ചിൽ ചേമ്പ് അതും കൂടെ കുറച്ചെടുത്തോളൂ.
ഇതെല്ലാം കൂടെ മതി. പാലപ്പമുണ്ട്, കള്ളപ്പമുണ്ട്, പുട്ടുണ്ട്, പൊറോട്ടയുണ്ട്, ചപ്പാത്തിയുണ്ട്. ഇതിന് അങ്ങനെയുണ്ടല്ലേ? പാലപ്പം കൂടെ എടുക്കാം. അപ്പം നമ്മളിപ്പോൾ ആറ്റുമുഖം റെസ്റ്റോറൻറ്റ് വന്നിട്ട് ഫുഡെല്ലാം ഓർഡർ ചെയ്തു. അപ്പോൾ ഇവിടെ നല്ല ഉച്ചയ്ക്കാണ് വന്നതുകൊണ്ട് നല്ല ചൂടുമാണ്. അപ്പോൾ അവർ തന്നെ നമ്മളെ ഒന്ന് എൻകറേജ് ചെയ്യുന്നുണ്ടായിരുന്നു. നല്ല ഇളം കള്ളുണ്ട്, വേറെ തലയ്ക്കൊന്നും പിടിക്കത്തില്ല, ശകലം കഴിച്ചാലോ എന്ന് ആലോചിച്ചു. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ്, എന്നാലും ശകലം കള്ളും കൂടെ പറഞ്ഞിട്ടുണ്ട്. ഏതാണ്ട് കുറേശ്ശെ ഒറിജിനൽ തെങ്ങിൻ്റെ കള്ളും കൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഉച്ചയാകുമ്പോഴത്തേക്ക് ഇതൊന്ന് കഴിച്ച് ഫുഡും കൂടെ കഴിച്ചാൽ നല്ല സുഖമായിരിക്കും, നല്ല കൂളാവും. ഇത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നത് ഒന്നല്ലേ? ഇത് ഒന്നാമത് മൺചട്ടിയിലാണ് വെച്ചേക്കുന്നത്. മൺചട്ടിയിൽ ഫ്രിഡ്ജിലും കൂടെ വെച്ചിരുന്നപ്പോൾ നല്ല തണുപ്പുമുണ്ട്. കൊള്ളാം. ഇതിൻ്റെ കൂടെ ആഹാരം കൂടെ കഴിക്കുമ്പോൾ ഗംഭീരം. ഓക്കെ, നമുക്ക് ഫുഡെല്ലാം എത്തിയിട്ടുണ്ട്. എല്ലാം ഉണ്ടല്ലോ? ഓക്കെ. നെമ്മീൻ തല. ഓക്കെ. ഇത് പാലപ്പം. ഇത് പാലപ്പം പാൽക്കപ്പ. ഓക്കെ. ഇത് കേര. ചൂരയുടെ കുഴ. അതായത് കാച്ചിൽ, ചേമ്പ്, കപ്പ എല്ലാം കൂടെ ഇട്ടിട്ടുള്ളൊരു സാധനം. മീൻപീരയാണ്. ഓക്കെ. ഓക്കെ. വാള ഫ്രൈ. എന്ത് വേണം? ഇത് എല്ലാം കൂടെ ഞാൻ കഴിക്കുകയല്ല, എൻ്റെ കൂടെ 2 പേരുണ്ട്. ഞങ്ങളെല്ലാവരും കൂടെ കഴിക്കാനാണ് കേട്ടോ. ഏതായാലും കണ്ടിട്ട് അതിഗംഭീരമായ ഒരു ഉച്ചയ്ക്കുള്ള ഫുഡാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. വിശേഷിച്ച് ഇതൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ നല്ല ടേസ്റ്റായിരിക്കും. ഇതിൽ നമ്മളെ നാട്ടിൽ നമ്മൾ പറയുന്ന ചൂരയെന്നാണ്, ഇവർ കേരയെന്ന് അങ്ങോട്ട് പറഞ്ഞ് അങ്ങനെയുണ്ട് അതിൻ്റെ. പക്ഷേ ഇതിൻ്റെ കാണുമ്പോഴേ അറിയാം ഇത് കുറച്ച് എരി കൂട്ടിയിട്ടിരിക്കുന്നത് അറിയാം. ഇത് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതൊരു പുതിയ സാധനമാണ്. പാൽക്കപ്പയൊക്കെ ഞാൻ കഴിച്ചിട്ടുണ്ട്. ഇതെല്ലാം എല്ലാ ഐറ്റംസും ചേന, ചേമ്പ് എല്ലാം കൂടെ ഇട്ടിട്ടുള്ള ഒരു മിക്സറാണെന്ന് പറയുന്നത്. അതും മെരിയുടെ പയറൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതൊരു പുതിയ ഐറ്റമാണ്, ഞാൻ അങ്ങനെ കഴിച്ചിട്ടില്ല. ചേന, ചേമ്പ് എല്ലാം ഇട്ടിട്ടുണ്ട് അല്ലേ? ഇത് പാൽക്കപ്പ. ഇത് പാൽക്കപ്പയുടെ കൂടെ നെമ്മീൻ തലക്കറി. ഗംഭീര. ഇത് രണ്ടും 2 ടേസ്റ്റാണ്. ഈ കറിക്ക് വേറെ ടേസ്റ്റാണ്, വേറെ കറിക്ക് മൊത്തം ഒരു വേറെ ടേസ്റ്റ്, തലക്കറിക്ക് വേറെ കംപ്ലീറ്റ്ലി വേറെ ടേസ്റ്റ് ഉള്ളത്. മീൻ പീര. ഇത് തേങ്ങയൊക്കെ ഇട്ടുണ്ടാക്കുന്നതാണ് അല്ലേ? തേങ്ങ വറുത്തരച്ച് നെത്തോലിയൊക്കെ ഇട്ട് ചെറിയ ഫിഷൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുന്നതാണ്. വെരി നൈസ്. ഇതിന് നമുക്കുള്ള പൊരിക്കാൻ പറ്റിയ ഏറ്റവും നല്ലതാണ് വാള പൊരിച്ചതാണ് ഏറ്റവും ബെസ്റ്റ്. അതും ഗംഭീരമായിരിക്കുന്നത്. പിന്നെ ഇത് പാലപ്പമാണ്. ഒരു പാലപ്പവും ഇവിടെ കഴിച്ചാൽ ഇന്നത്തെ ഉച്ചയ്ക്കത്തെ ഊണ് ഏതായാലും ഇത്രയും ബുദ്ധിമുട്ടി ഇവിടം വരെ വന്നെങ്കിലും അത് ഗംഭീരമായിരിക്കുന്നു കേട്ടോ. എല്ലാവരും ഇവിടെ വന്ന് ടേസ്റ്റ് ചെയ്യേണ്ട. ഏതായാലും ആലപ്പുഴ വരെയാണെങ്കിൽ ഇത് തിരക്കി പിടിച്ച് വന്നാലും നമുക്കിവിടെ വന്ന് ഇത്രയും നല്ല ഫുഡ് കഴിക്കാം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്.
അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു ഫാമിലി റെസ്റ്റോറൻ്റാണ്. വേണമെങ്കിൽ കുറച്ച് കള്ളുമൊക്കെ കഴിച്ച് നമ്മളെ ഹോളിഡേ എൻജോയബിൾ ആക്കാൻ പറ്റിയ ഒരു സ്ഥലം കൂടിയാണ് ഈ ആറ്റുമുഖം റെസ്റ്റോറൻറ്റ്. ഏതായാലും ഞങ്ങൾക്ക് വളരെ വളരെ ഹാപ്പിയായി. എല്ലാ ഫുഡും നമുക്ക് നോക്കിയെടുക്കാം, പിന്നെ അല്ലാതെ സ്പെഷ്യലൊക്കെ നമുക്ക് ഓർഡർ ചെയ്ത് കഴിക്കുകയും ചെയ്യാം. ഏതായാലും ഞങ്ങൾ ഇവിടെ വന്നതിൽ വളരെ ഹാപ്പിയാണ്. നിങ്ങളും ആലപ്പുഴ കൈനഗിരി ഒക്കെ വരുമ്പോൾ ഈ റൂട്ടിൽ വരുമ്പോൾ നെടുമുടി എന്ന് പറയുന്നത് ഇതിൻ്റെ അടുത്താണ്, നെടുമുടി വേണുവിൻ്റെയൊക്കെ സ്ഥലം. അപ്പോൾ ഈ ഏരിയയിൽ വരുമ്പോൾ ഈ ആറ്റുമുഖം റെസ്റ്റോറൻറ്റ് ഒരു ഫുഡ് ടേസ്റ്റ് ചെയ്യാൻ പറ്റിയ, ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്ന കൂടി ഒരു സ്ഥലമാണ്. കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ എന്ന് പറയുന്ന ഈ യാത്രാ പരമ്പരയിൽ പല സ്ഥലങ്ങളിൽ നിന്നും ഫുഡ് കഴിച്ചെങ്കിലും എനിക്ക് ഏറ്റവും ഇതുവരെ ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ ഫുഡ് തന്നെയാണ്. തികച്ചും സംതൃപ്തി തന്നു എന്നുള്ളത് തന്നെ പറയാൻ പറ്റും. അതുകൊണ്ട് എപ്പോഴെങ്കിലും ഇതുവഴി കടന്നു പോകണമെങ്കിൽ കുട്ടനാട്ടിലേക്കൊക്കെ വരികയാണെങ്കിൽ ഇവിടെ വന്നൊന്ന് ടേസ്റ്റ് ചെയ്യുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും. ഞങ്ങളുടെ ഈ യാത്രയിൽ ഞങ്ങളിവിടെ അവസാനിക്കുന്നില്ല, അടുത്തൊരു ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ്. നമ്മൾ ആലപ്പുഴയിലുള്ള മറ്റൊരു പ്രധാന ബീച്ചായ മാരാരി ബീച്ചിലെത്തിയിരിക്കുകയാണ്. മാരാരി ബീച്ചിലും ഞാൻ ആദ്യമായിട്ട് വരികയാണ്. എന്നിരുന്നാലും ഇവിടെ വന്നപ്പോൾ നമുക്ക് ഇവിടെ വന്നപ്പോൾ ഒരു കോവളത്തിൻ്റെ ഒരു പ്രതീതിയാണ് തോന്നുന്നത്. കുറച്ചുകൂടെ ഹോളിഡേ, കുറച്ചുകൂടെ ഡെവലപ്ഡ് ആയ ഒരു സ്ഥലമാണെന്ന് നമുക്കിവിടെ വരുമ്പോൾ മനസ്സിലാക്കും. മാരാരി ബീച്ച് എന്നുള്ളത്, നമ്മൾ ആലപ്പുഴ ബീച്ചിലും പോയി, പക്ഷേ അവിടെയും ഇത്രയും കുടകളൊന്നും കണ്ടിട്ടില്ല. പക്ഷേ അവിടെയും യഥാർത്ഥത്തിൽ നല്ല സാൻഡ് ബീച്ചാണ്. അതുപോലെ തന്നെ പ്രാധാന്യമേറിയ ഒരു സ്ഥലം കൂടിയാണ് ഈ മാരാരി ബീച്ച്. ഇത് ശരിക്കും എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ വരുന്ന വഴിയിലെല്ലാം കണ്ടു ഹോം സ്റ്റേകളും ഈ ഹോളിഡേ സംബന്ധമായ ബിസിനസ്സുകളുമാണ് ഈ ഏരിയ മൊത്തം കാണുന്നത്. ആലപ്പുഴ വന്നപ്പോൾ പ്രധാനമായിട്ട് കണ്ടത് ഹോളിഡേ ഡെവലപ്പ് ചെയ്യാൻ എന്തുമാത്രം സാധ്യത കേരളത്തിനുണ്ടെന്ന് അറിയുന്നത് തന്നെ നമുക്ക് ആലപ്പുഴ വരുമ്പോഴാണ്. നമുക്ക് ആയിരക്കണക്കിന് ഹൗസ് ബോട്ടുകളും ചെറിയ ചെറിയ ബോട്ടുകളും എല്ലാം ബിസിനസ്സും ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നത് ഈ ഹോളിഡേ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു മോഡൽ പഠിക്കണമെങ്കിൽ, കേരളത്തിൻ്റെ മൊത്തം ഹോളിഡേ എക്സ്പാൻഷനെ കുറിച്ച് പഠിക്കണമെങ്കിൽ ഒരുപക്ഷെ ആലപ്പുഴ നല്ലൊരു ഡെസ്റ്റിനേഷനാണെന്ന് തോന്നുന്നു. ഇവിടുത്തെ ആൾക്കാരുടെ പരമ്പരാഗത തൊഴിലായ മത്സ്യബന്ധനവും ഹോളിഡേയും ചേർന്ന് പോകുന്നു എന്നുള്ളതാണ്. എവരുടെ തൊഴിലിനെയും ബാധിക്കുന്നില്ല, അതേസമയം ഹോളിഡേയെയും ബാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടെ വരുമ്പോഴുള്ള. ചില സ്ഥലങ്ങളിലാണെങ്കിൽ മത്സ്യബന്ധനം ഏരിയ സെപ്പറേറ്റും ഹോളിഡേ സെപ്പറേറ്റുമായിട്ടാണ്. പക്ഷേ ഇവിടെ രണ്ടും ഒരേപോലെ കൈകോർത്ത് പോകുന്നു. അതുകൊണ്ട് തന്നെ ഈ ഏരിയ ഡെവലപ്പ് ചെയ്യുന്നു. ഇവിടുത്തെ യഥാർത്ഥത്തിൽ പ്രധാന വരുമാനം ഒരു സമയത്ത് ഇവിടെ എക്സ്പോർട്ടിംഗ് ഒക്കെ ഉണ്ടായിരുന്ന സ്ഥലങ്ങളാണ് വളരെയധികം. ഈ കൈത്തറി സാധനങ്ങൾ കൂടാതെ ഈ ചകിരി കൊണ്ടുള്ള ഉൽപ്പന്നങ്ങളെല്ലാം ആലപ്പുഴയിൽ നിന്നാണ് എക്സ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത് വളരെ കാലങ്ങൾക്ക് മുമ്പ്. ഈവൻ ബ്രിട്ടീഷിൻ്റെ കാലഘട്ടത്തിൽ വരെ അത്രയും എക്സ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ്. അതിനുശേഷം ഒരുപക്ഷെ അത്രയും എക്സ്പോർട്ട് നടന്നില്ലെങ്കിൽ തന്നെയും ടൂറിസം സംബന്ധമായ കാര്യങ്ങൾ കൊണ്ട് ഈ ആലപ്പുഴ അത്രയധികം ഡെവലപ്പ് ചെയ്തു. അതിനാണ് നമ്മൾ നേരത്തെ കണ്ട കാഴ്ചകൾ തന്നെ അറിയാമല്ലോ.
ആയിരക്കണക്കിന് ഹൗസ് ബോട്ടുകളും ചെറിയ ബോട്ടുകളും മൊത്തം ഇവിടുത്തെ പുരോഗതിയെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ടൂറിസത്തെ തന്നെയാണെന്ന് പറയാം. ഇവിടുന്ന് ഒരു 8 കിലോമീറ്റർ പോയാൽ തണ്ണീർമുക്കം ബോട്ട് ജെട്ടിയിലെത്താൻ പറ്റും. തണ്ണീർമുക്കം ബോട്ട് ജെട്ടിയിൽ നിന്ന് പാതിരാമണൽ എന്ന് പറയുന്ന ഐലൻഡിലേക്ക് പോകാൻ പറ്റും. ഞങ്ങൾ ഇന്ന് അങ്ങോട്ട് പോകാത്തതെന്ന് പറഞ്ഞാൽ ഈ ഏതാണ്ട് 5 മണിയാവാറായി ഈവനിങ്ങിൽ. അവിടെ ചെന്നിട്ട് ബോട്ടെടുത്ത് പോകാനുള്ള സമയം ഇല്ലാത്തത് കൊണ്ടാണ്. ഇവിടെ വരുന്നവർക്ക് അതും ഒരു വലിയൊരു അട്രാക്ഷനാണ്. അതൊരു ഐലൻഡാണ്. അവിടെ പോയി ബോട്ടിൽ അവിടെ കൊണ്ടുപോകുന്നു, അവിടെ എക്സ്പ്ലോർ ചെയ്യുന്നു, തിരിച്ചു കൊണ്ടുവരുന്നു. അതും ഒരു അട്രാക്ഷനാണ് ആലപ്പുഴ വരുന്നവർക്ക്. ഇവിടെ ജനിച്ചു വളർന്ന നമുക്ക് നമ്മളെ ഈ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകൾ കാണുമ്പോൾ ഇത്രയും ഇഷ്ടപ്പെടുന്നെങ്കിൽ വിദേശത്തു നിന്ന് വരുന്ന ഒരുപക്ഷെ തണുത്ത രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് എന്തുമാത്രം ഇഷ്ടപ്പെടുമായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ തവണയും നാട്ടിൽ വരുമ്പോൾ ഇതിൽ കാണുന്നതിൽ വെച്ച് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളുണ്ടാകുമല്ലോ. ചില സ്ഥലങ്ങൾ ഇഷ്ടപ്പെടും, ചില സ്ഥലങ്ങൾ ഇഷ്ടപ്പെടത്തില്ല. അപ്പോൾ അതെല്ലാം നോട്ട് ചെയ്ത് വെച്ചിട്ട് വരുമ്പോൾ ഇത് ഓരോ സ്ഥലങ്ങളും വിസിറ്റ് ചെയ്യുക എന്നുള്ള ഒരു റിക്വസ്റ്റ് കൂടിയുണ്ട്. ഏതായാലും ഞങ്ങൾ മാരാരി ബീച്ചിൻ്റെ വിശേഷങ്ങൾ നിന്ന് കണ്ടതിന് ശേഷം ഞങ്ങൾ മറ്റൊരു ടൂറിസ്റ്റ് അട്രാക്ഷനിലേക്ക് പോവുകയാണ്. ആലപ്പുഴ ജില്ലയിൽ നിന്നും ഏകദേശം 22 കിലോമീറ്റർ മാറി തീരദേശ പാതയിലുള്ള ഒരു ലോകപ്രശസ്ത ക്രൈസ്തവ ദേവാലയമാണ് അർത്തുങ്കൽ പള്ളി. 2010 വത്തിക്കാൻ ഇതിന് ബസിലിക്ക പദവി നൽകി ആദരിച്ചു എന്നുള്ളതാണ് ഈ ദേവാലയത്തിൻ്റെ മറ്റൊരു പ്രത്യേകത. ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ഓരോ ദിവസവും ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത്. മാത്രവുമല്ല, ഇത് ഒരു മതസൗഹാർദ്ദത്തിൻ്റെ ഒരു ചിഹ്നം കൂടിയാണ്. നമ്മൾ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ശബരിമലയിൽ പോകുന്ന അയ്യപ്പന്മാർ തിരികെ വരുമ്പോൾ ഒട്ടുമിക്ക അയ്യപ്പന്മാരും ഇവിടെ വരികയും അവരുടെ മാല ഇവിടെ ഊരി സമർപ്പിക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നത് ഒരു മതസൗഹാർദ്ദത്തിൻ്റെ ഒരു ലക്ഷണം കൂടിയാണ്. ഈ അർത്തുങ്കൽ പള്ളിയുടെ നിർമ്മാണം പോർച്ചുഗീസ് സ്റ്റൈലിലാണ്. മാത്രവുമല്ല, ഇതിൻ്റെ തിരുനാൾ ആഘോഷം നടക്കുന്നത് എല്ലാ വർഷവും ജാനുവരി മാസത്തിലാണ്. ഇപ്പോൾ നമ്മൾ വന്നപ്പോൾ ഇതിൻ്റെ ആഘോഷമെല്ലാം തിരുനാളെല്ലാം കഴിഞ്ഞ ഒരു സമയമാണ് എന്ന് അറിയിച്ചിരിക്കുകയാണ്. ഏതായാലും ഇവിടെ വരുമ്പോൾ തന്നെ അറിയാം, രാപ്പകലില്ലാതെ ഇവിടുത്തെ ദർശനത്തിനായി ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, നമ്മൾ പണ്ടേ കുട്ടിക്കാലം മുതലേ കേൾക്കുന്നതാണല്ലോ അർത്തുങ്കൽ പള്ളിയെക്കുറിച്ചിട്ട്. അർത്തുങ്കൽ പള്ളിയെക്കുറിച്ചിട്ട് എന്തുമാത്രം ഗാനങ്ങൾ നമ്മൾ കേട്ടിരിക്കുന്നു. അത്രയ്ക്കും പ്രസിദ്ധമാണ്, ലോകപ്രസിദ്ധമാണ് അർത്തുങ്കൽ പള്ളി. ഏതായാലും ആലപ്പുഴ വരുമ്പോൾ ഈ അർത്തുങ്കൽ പള്ളി ഒരു എന്ന ദേവാലയം നമ്മൾ വിസിറ്റ് ചെയ്യുക തന്നെ വേണം. ഇന്നത്തെ ഈ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ആഴ്ച മറ്റൊരു സ്ഥലത്തെ വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നവരെ നന്ദി, നമസ്കാരം.